മാസം ചുരുങ്ങിയത് 1000 രൂപയെങ്കിലും നിങ്ങളുടെ വീട്ടിൽ ലാഭം ഉണ്ടാക്കി തരുന്ന ഒരു ചെറിയൊരു കാര്യം നിങ്ങളെ ശ്രദ്ധയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഇത് പറയണോ വേണ്ടേ എന്ന് കുറെ ഞാൻ ആലോചിച്ചു. പിന്നെ ഞാൻ ആലോചിച്ചു, ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ അനുഭവിക്കുന്നത് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരണമല്ലോ, അതുകൊണ്ടാണ് അത് പറയാമെന്ന് കരുതിയത്. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവനായി കണ്ട് ഇത് പറയുന്നത് പോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ചുരുങ്ങിയത് 1000 രൂപ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആദായം ഉണ്ടാവും. വീട്ടിൽ കുറവുണ്ടാവും, നിങ്ങൾ ചെലവഴിക്കുന്നതിൽ കുറവുണ്ടാകും. എൻ്റെ വീട്ടിൽ ഞാൻ 2 മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ട്, സ്മാർട്ട് ഫോണുകൾ. അതിന് പുറമെ എൻ്റെ വൈഫ് ഒരു ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ വൈഫിൻ്റെ അനുജത്തി വരുമ്പോൾ അതും ഒരു ഫോൺ ഉപയോഗിക്കും. ഇതൊക്കെ നമ്മൾ തന്നെയാണ് റീചാർജ് ചെയ്യുന്നത്. പിന്നെ അതിന് പുറമെ നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ഇത് അപ്ലോഡ് ചെയ്യാനും മറ്റ് കാര്യങ്ങൾ ഡൗൺലോഡ് ചെയ്യാനും ലാപ്ടോപ്പ് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഫൈബർ എനിക്ക് ആവശ്യമുണ്ട്. ഇതിന് ഞാൻ ആദ്യം ഒരു ഫൈബർ കണക്ഷൻ എടുത്തിരുന്നത്, ഒരു സ്വകാര്യ കമ്പനിയുടെ. ആ ഫൈബർ കണക്ഷൻ കൊണ്ട് സത്യത്തിൽ കുടുങ്ങിയിരുന്നു. നാഴിക്ക് 40 വട്ടം പോകും. അതിൻ്റെ ഓപ്പറേറ്ററെ വിളിച്ചാൽ കിട്ടില്ല. അതിൻ്റെ കസ്റ്റമർ കെയറിൽ വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് തോന്നുമ്പോഴാണ് നമുക്ക് സർവീസ് തരുന്നത്. ആ സമയത്ത് നമ്മൾ വേറെ എവിടെയെങ്കിലും ആയിരിക്കും. ഇതായിരുന്നു അവസ്ഥ. അങ്ങനെ അത് ഒഴിവാക്കി മറ്റൊരു കണക്ഷൻ എടുത്തു. ആ കണക്ഷൻ എടുത്തപ്പോഴും ഇത് തന്നെയാണ് അവസ്ഥ. ഇങ്ങനെ ഗതികേടിലിരിക്കുന്ന സമയത്താണ് സത്യത്തിൽ BSNL ഒരു കണക്ഷൻ ഞാൻ എടുക്കുന്നത്. BSNL പലരും കുറ്റം പറഞ്ഞു, നിങ്ങൾ BSNL എടുക്കരുത്, അത് പ്രയാസമാണ്, അത് ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ട് വന്നു. ശരിയാണ്, ചില ഓപ്പറേറ്റർ ത്രൂ നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് പ്രശ്നം അനുഭവിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ആ സ്കീമൊക്കെ മാറി. ഇപ്പോൾ BSNL നേരിട്ട് BSNL കേബിളിലൂടെ മാത്രം, മറ്റ് സർവീസുകൾ വരാത്ത BSNL മാത്രം വരുന്ന കേബിളുകളിലൂടെ നമുക്ക് ഫൈബർ കേബിളുകളിലൂടെ നമ്മുടെ വീട്ടിലേക്ക് ഫൈബർ എത്തിക്കുന്ന സംവിധാനമുണ്ട്. ആ സംവിധാനത്തിൽ കഴിഞ്ഞ കുറേ മാസങ്ങളായി ഞാൻ ഫൈബർ ഉപയോഗിക്കുന്നു. എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. നിങ്ങൾക്ക് മുടങ്ങാതെ കൂടുതൽ വീഡിയോകൾ കൂടുതൽ ക്വാളിറ്റിയിൽ എനിക്ക് തരാൻ കഴിയുന്നുണ്ട്. മറ്റത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സൈസ് കുറയ്ക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ ആ സാഹചര്യങ്ങളൊന്നും ഇല്ല. എനിക്ക് ഫാസ്റ്റായിട്ട് ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ആ വിവരം നിങ്ങളോടൊന്ന് പറയാമെന്ന് കരുതി. എൻ്റെ വീട്ടിൽ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണുകൾ 4 മൊബൈൽ ഫോണുകൾ, സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കുന്നുണ്ട്. പോരാഞ്ഞിട്ട് എൻ്റെ ലാപ്ടോപ്പ് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ആവശ്യത്തിന് സ്പീഡുണ്ട്, വളരെ നല്ല സർവീസ്. ഞാനിത് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ ആഗ്രഹം ഉണ്ടാവും, അങ്ങനെ ഒരു സർവീസ് നമുക്ക് ആവശ്യമുണ്ട് എന്ന്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഞാനും ഒന്ന് അന്വേഷിച്ചപ്പോഴാണ് മലപ്പുറത്തെ എൻ്റെ സുഹൃത്ത് അദ്ദേഹം ഇത് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട്, സംസാരം ഞങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, ഞങ്ങൾ തരാമല്ലോ എന്ന് വളരെ സന്തോഷത്തോടെ അദ്ദേഹം എനിക്ക് ഡീറ്റെയിൽസ് തന്നു. നിലവിൽ കുറേ കണക്ഷൻസ്, ഞാൻ അവർ പേര് പറഞ്ഞ് ആക്ഷേപിക്കുന്നില്ല, ഒരുപാട് ഫൈബർ കണക്ഷൻസ് ഉണ്ട്. സാധാരണഗതിയിൽ BSNL അവരിലൂടെ അവർ കോൺടാക്ട് എടുത്ത് തന്നിരുന്നതാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. BSNL സ്വന്തം ഫൈബറിൽ നിങ്ങൾക്ക് വലിച്ചു തരും. ആ ഫൈബറിന് യാതൊരു പ്രോബ്ലം ഉണ്ടാവില്ല എന്ന് ഞാൻ ഗ്യാരണ്ടി തരുന്നു. ആവശ്യത്തിന് സ്പീഡ് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അൺലിമിറ്റഡ് ഉപയോഗിക്കാൻ പറ്റും, ഒരു പ്രശ്നമില്ല. അടിപൊളിയായിട്ട് ഉപയോഗിക്കാം. 399 രൂപയ്ക്കും 449 രൂപയ്ക്കും 499 രൂപയ്ക്കും 599 രൂപയ്ക്കും 699 രൂപയ്ക്കും ഒക്കെ പ്ലാനുകളുണ്ട്. ഇതിൽ ഞാൻ ഉപയോഗിക്കുന്നത് 60 Mbps സ്പീഡാണ്. ആ ഒരു പ്ലാനാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതിൽ ലാൻഡ് ഫോൺ അടക്കമാണ് ഉള്ളത്. നിങ്ങൾക്ക് ഒരു പക്ഷേ ലാൻഡ് ഫോൺ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ലാൻഡ് ഫോൺ നമ്പർ അടക്കം നിങ്ങൾക്ക് കിട്ടും. ഒരു ലാൻഡ് ഫോൺ വാങ്ങി വെച്ചാൽ മോഡമായിട്ട് കണക്ട് ചെയ്ത ലാൻഡ് ഫോൺ നിങ്ങൾക്ക് ഉണ്ട്, ഫ്രീ ആണ്, വേറെ ചാർജ് ഒന്നും അതിലില്ല. ഇനി നേരത്തെ ഒരു ലാൻഡ് ഫോൺ കണക്ഷൻ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ലാൻഡ് ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ കട്ട് ചെയ്തിട്ടേക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ കട്ട് ചെയ്ത് പോയിട്ടുണ്ടാകാം, ചിലപ്പോൾ അസീം പ്ലാനായിട്ട് ഉപയോഗിക്കുന്നുണ്ടാകാം. എങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിലും അതേ നമ്പറിൽ നിങ്ങൾക്ക് പുതിയ ഫൈബർ കണക്ഷൻ എടുക്കാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എത്രയാണ് നമ്മൾ ഒരു ഫോണിൽ ഒരു മാസം റീചാർജ് ചെയ്യുന്നത്? ചുരുങ്ങിയത് 200 സംതിങ് രൂപ, ഒരു 300 രൂപയോളം നമ്മൾ ഒരു മാസം റീചാർജ് ചെയ്യുന്നുണ്ട്. 1 GB പെർ ഡേ കിട്ടണമെങ്കിൽ തന്നെ. അങ്ങനെ നമുക്ക് പ്ലാൻ കിട്ടുള്ളൂ. 4 ഫോൺ ആകുമ്പോൾ 1200 രൂപ നമ്മൾ റീചാർജിന് കൊടുക്കണം. പുറമെ നമ്മൾ ഇതുപോലെ ലാപ്ടോപ്പോ മറ്റോ കാര്യങ്ങളോ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മൊബൈലിൻ്റെ ഹോട്ട്സ്പോട്ട് ഉപയോഗിച്ചാൽ അങ്ങോട്ട് തീരും. പിന്നെ നമുക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല. പിന്നെ നമ്മൾ എക്സ്ട്രാ കയറ്റണം. അത് മാത്രമല്ല അൺലിമിറ്റഡ് യൂസ് ചെയ്യാനും പറ്റില്ല. 1 GB 1.5 GB ഒരു സ്പേസ് ഉണ്ട്. ഇപ്പോൾ അറിയാമല്ലോ, വീഡിയോകൾ വലിയ സൈസിലാണ്. നമ്മൾ ഒന്ന് കണ്ടു കഴിയുമ്പോൾ അത് കഴിയും. അതുകൊണ്ട് അൺലിമിറ്റഡ് നിങ്ങൾക്ക് വീട്ടിലിരിക്കുമ്പോൾ, കൂടുതലും വീട്ടിലാണ് നമ്മളുള്ളത്, ആ സമയത്ത് നമുക്ക് വൈഫൈയിൽ ഉപയോഗിക്കാം. അത് മാത്രമല്ല, നിങ്ങളുടെ വീട്ടിലുള്ള TV, മിക്കവാറും എല്ലാ TVകളും സ്മാർട്ട് TV ആണ്. ആ സ്മാർട്ട് TVകളല്ല നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, 1, 2, 3 എത്ര TV ഉണ്ടെന്നുണ്ടെങ്കിലും സകല ചാനലുകളും, സകല നെറ്റ്ഫ്ലിക്സോ അതുപോലെ ആമസോൺ പ്രൈമോ എന്ത് വേണമെന്നുണ്ടെങ്കിലും ഡയറക്റ്റ് നിങ്ങൾക്ക് അത് നെറ്റ് കണക്ഷൻ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് കാണാം. അങ്ങനെ കേബിളിന്റെ പണം അതുകൂടി നമുക്ക് ലാഭമാണ്. ഒരു 2 ഫോണില്ലാത്ത ഒരു വീടും ഉണ്ടാവില്ല. അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് 500-1000 രൂപ നിങ്ങൾക്ക് ഒരു മാസം ലാഭമായിരിക്കും. ഞാൻ എൻ്റെ അനുഭവത്തിലാണ് നിങ്ങളോട് പറയുന്നത്. ഇതിനു മുമ്പ് പല വീഡിയോകളും ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകൾ ഈ ഫൈബർ കണക്ഷന്റെ ദുരിതം കൊണ്ടാണ് ഞാൻ പറഞ്ഞിരുന്നത്. അതിന് പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ പറയുന്നത് BSNL പലരും കുറ്റം പറഞ്ഞു. പക്ഷെ BSNL തനിയായി നിങ്ങൾക്ക് പിടിച്ചു തരും. BSNL ഇപ്പോൾ അവരുടെ സ്വന്തം കേബിളിൽ നമുക്ക് തരുമ്പോൾ
ആ സർവീസ് ചെയ്യാൻ വേണ്ടി 24 മണിക്കൂറും നമുക്ക് വേണ്ടി സർവീസ് സെന്റർ ഉണ്ട്. എനി ടൈം വിളിച്ചാൽ ഫോൺ എടുക്കും. നമ്മുടെ പ്രശ്നങ്ങൾ എന്തെങ്കിലും വന്നാൽ ഇമ്മീഡിയറ്റ് പരിഹരിച്ചു തരും. കഴിഞ്ഞ ഏതാനും മാസങ്ങൾ, ഏതാണ്ട് 4-5 മാസമായി ഞാൻ ഫൈബർ കണക്ഷൻ ഉപയോഗിക്കുന്നു. എനിക്ക് ഇതുവരെ യാതൊരു പ്രശ്നമില്ല. ആ പ്രശ്നം ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ ധൈര്യമായി BSNL മാറിക്കൊള്ളൂ. കണക്ഷൻ എടുക്കുന്നതിന് ഈ സ്ക്രോൾ ചെയ്ത് പോകുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ബന്ധപ്പെട്ടോളൂ. എൻ്റെ അനുഭവത്തിൽ അവരുടെ സർവീസ് ഏറ്റവും മികച്ചതാണ് എന്നറിയുന്നതുകൊണ്ട് ഞാൻ ഗ്യാരണ്ടി.